നാട്ടുകാർക്ക് പരാതിയുണ്ട് മരണം സംഭവിച്ചിട്ടുണ്ടോ ആളെ കാണാനില്ല എന്ന പരാതിയാണ് പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഉന്നയിക്കുന്ന വാദങ്ങൾക്ക് മറുപടി പറയാൻ അല്ല അധിക്ഷേപമൊന്നുമല്ല, ഇനിയും ചോദ്യങ്ങളുണ്ട്. താങ്കൾ അങ്ങനെ ദേഷ്യപ്പെടുകയൊന്നും വേണ്ട. വഴിത്തർക്കത്തിന്റെ പേരിൽ വ്യക്തികൾ തമ്മിലുള്ള പ്രശ്നത്തിൽ അപ്പുറത്തെ എതിർകക്ഷികളുടെ മതം വെച്ച് മതവർഗീയതയാണ് എന്ന് പറയാം. അത് സമൂഹത്തിൽ ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കാമെന്ന് താങ്കൾ അവരോട് പറഞ്ഞിട്ടുണ്ടോ? എന്തിനാണ് ഷാനി നാട്ടുകാർ വന്ന് ഇപ്പൊ പൊളിക്കണമെന്ന് ഇപ്പോൾ നാട്ടുകാരായി അതിന്റെ ആവശ്യം എന്താ? ഇപ്പോൾ അവർ നാട്ടുകാരായി. എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്നത്? ഈ മരണ സർട്ടിഫിക്കറ്റ് എവിടെ എന്ന ഏറ്റവും വ്യക്തമായ ചോദ്യം കോടതി ഇന്ന് ചോദിച്ചു. ഇനി ആ ചോദ്യത്തിന് ഉത്തരം കിട്ടാതെ കോടതിക്കോ നിയമത്തിനോ ഇക്കാര്യത്തിൽ നിന്ന് പിന്മാറാൻ കഴിയുമോ? മരണ സർട്ടിഫിക്കറ്റ് എവിടെ എന്ന ചോദ്യത്തിന് നിങ്ങൾക്ക് ഉത്തരമുണ്ടോ? മുഹമ്മദ് ലത്തീഫ് മഗ്രേ വേഴ്സസ് യൂണിയൻ ടെറിട്ടറി ഓഫ് ജമ്മു ആൻഡ് കാശ്മീർ. ചോദ്യം കേൾക്കാത്തതുപോലെ താങ്കൾ അഭിനയിക്കരുത്. ഞാൻ ചോദിച്ചത് എന്താണ്? മരണ സർട്ടിഫിക്കറ്റ് ഉണ്ടോ എന്ന കോടതിയുടെ ചോദ്യത്തിന് നിങ്ങൾക്ക് ഉത്തരമുണ്ടോ എന്നാണ്. കോടതി നിങ്ങൾ ഉദ്ധരിക്കുന്ന കോടതി വിധിയൊക്കെ മറ്റൊന്നാണ്. മരണ സർട്ടിഫിക്കറ്റ് ഉണ്ടോ, മരണം സംഭവിച്ചിട്ടുണ്ടോ, അത് സ്വാഭാവിക മരണമാണോ അസ്വാഭാവിക മരണമാണോ? കോടതി ഇന്ന് വ്യക്തമായി ചോദിച്ച ചോദ്യം ഇതാണല്ലോ. അതിന് നിങ്ങൾക്ക് ഉത്തരമുണ്ടോ? ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കൂ. എനിക്കത് ഓർമ്മയില്ല. ഷാനിയോട് ഞാൻ ഒറ്റ കാര്യം ചോദിക്കുന്നുള്ളൂ. നിലവിൽ ഈ അമ്മയും 2 മക്കളും കൊടുത്ത ഹർജി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ പരിഗണനയിലുള്ള കേസാണോ അല്ലയോ? അത് പറ. ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇന്ന് നിങ്ങൾ ആവശ്യപ്പെട്ട സ്റ്റേ നൽകിയില്ല എന്ന് വെച്ചാൽ കല്ലറ പൊളിക്കാൻ അനുവദിക്കരുത് എന്ന് നിങ്ങൾ ആവശ്യപ്പെട്ടത് ഹൈക്കോടതി അനുവദിച്ചിട്ടില്ല. അത് അനുവദിക്കാൻ കഴിയില്ല എന്ന് ഹൈക്കോടതി പറഞ്ഞു. അത് നമുക്കും അറിയാവുന്ന കാര്യമാണ്. ഞാൻ താങ്കളോട് ചോദിക്കുന്നത് ഹൈക്കോടതി ഇന്ന് ചോദിച്ച ചോദ്യത്തിന് നിങ്ങൾക്ക് ഉത്തരമുണ്ടോ എന്നാണ്. മരണ സർട്ടിഫിക്കറ്റ് ഉണ്ടോ, മരണ കാരണം എന്താണ്, സ്വാഭാവിക മരണമാണോ അസ്വാഭാവിക മരണമാണോ? ഈ ചോദ്യങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ഉത്തരമുണ്ടോ? അല്ല ഷാനി, ഒരു വ്യക്തി ഈ ഗോപൻ സമാധിയായിട്ടുള്ള ഗോപൻ സ്വാമികൾക്ക് മരണ സർട്ടിഫിക്കറ്റ് ഇല്ല എന്നുള്ള കാര്യം അങ്ങേക്കറിയാലോ. അപ്പോൾ കോടതിയോട് നിങ്ങൾ എന്ത് പറയും? അങ്ങേക്കറിയാലോ. കോടതി നിങ്ങളോട് ചോദിച്ചാൽ അതാണല്ലോ. കോടതിക്ക് അറിയാത്തോണ്ടല്ലോ ചോദിച്ചത്. ആവശ്യമാണ് എന്ന് നിയമത്തിന് അറിയാവുന്നോണ്ടല്ലേ. അദ്ദേഹം ഗോപൻ സ്വാമികൾ സമാധിയായതാണ്. സമാധിയെ സംബന്ധിച്ച് ഒരു മെറ്റീരിയൽ ഫാക്റ്റും സപ്രസ് ചെയ്തിട്ടില്ല. ഒരു ദിവസം പോലും വൈകിട്ടില്ല. അന്നേ ദിവസം തന്നെ മക്കൾ പറഞ്ഞിട്ടുണ്ട് 9/1/2025 പിതാവ് സമാധിയായി എന്ന് അവർ തന്നെ പുറം ലോകത്തോട് പറഞ്ഞിട്ടുണ്ട്. ഇതിന് സമാനമായിട്ടുള്ള കേസുകൾ കോട്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് മുഹമ്മദ് ലത്തീഫ് മഗ്രേ വേഴ്സസ് യൂണിയൻ ടെറിട്ടറി ഓഫ് ജമ്മു കാശ്മീർ ആൻഡ് അതേഴ്സ് 2022 SEC ഓൺലൈൻ SC 1203 the dead are to rest where they have been lain unless reason of substance is brought forward for disturbing their repose. എന്തൊക്കെയാണോ ഈ പറയുന്നത്? അതായത് അവരെവിടെയാണോ കിടക്കുന്നത് അവിടെ അവരെ സ്വസ്ഥമായിട്ട് വിഹരിക്കുവാൻ നടക്കുമായിരുന്നു. പക്ഷേ അയൽക്കാരന് അകന്ന ബന്ധുവിന് പരാതിയുണ്ട്, നാട്ടുകാർക്ക് പരാതിയുണ്ട് മരണം സംഭവിച്ചിട്ടുണ്ടോ, ആളെ കാണാനില്ല എന്ന പരാതിയാണ് പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണ് ആ വ്യക്തിക്ക് സംഭവിച്ചത് എന്ന ചോദ്യത്തിന് ഉത്തരമാണ് കോടതിയും ഇന്ന് ഉണ്ടായേ തീരൂ എന്ന് വ്യക്തമാക്കിയിരിക്കുന്നത്. താങ്കളാണോ അഡ്വക്കേറ്റ് രഞ്ജിത്ത് ഈ കുടുംബത്തിന് നിയമോപദേശം നൽകുന്നത്? ഷാനിക്ക് സംശയം ഉണ്ടെങ്കിൽ വീട്ടുകാരോട് ചോദിക്കും. താങ്കളുടെ ഉപദേശം അനുസരിച്ചാണോ അവരെല്ലാ കാര്യത്തിലും പ്രവർത്തിക്കുന്നത്, പ്രതികരിക്കുന്നത്? അവിടെ ഉണ്ടല്ലോ. ആണോ? താങ്കൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ആ വീട്ടുകാരോടല്ലോ, താങ്കളോട് തന്നെയല്ലേ ഞാൻ ചോദിക്കേണ്ടത്. താങ്കളുടെ വിശ്വാസം ഉള്ളതുകൊണ്ടാണോ താങ്കളോട് ചോദിക്കുന്നത്? താങ്കളാണോ ഈ കുടുംബത്തിന്റെ പ്രതികരണവും ഈ കുടുംബം ഇപ്പോൾ സ്വീകരിക്കുന്ന പരസ്യമായ സമീപനവും ഒക്കെ താങ്കളുടെ ഉപദേശപ്രകാരമാണോ? കുടുംബത്തിന്റെ അഭിഭാഷകൻ എന്നുള്ള രീതിയിലല്ലേ? ഞാൻ വളരെ രഹസ്യമായിട്ട് വെച്ചിരുന്ന കാര്യം നിന്നോട് ആര് പറഞ്ഞു? കുടുംബത്തിന്റെ അഭിഭാഷകൻ എന്നുള്ള രീതിയിലല്ലേ? അതുകൊണ്ടാണല്ലോ ചോദിച്ചത്. കുടുംബം ഇപ്പോൾ സ്വീകരിക്കുന്ന പ്രതികരണവും സമീപനവും വ്യക്തിപരമായിട്ട് വേണ്ടി ഷാനി നിൽക്കണ്ട. താങ്കൾ ഉന്നയിക്കുന്ന വാദങ്ങൾക്ക് മറുപടി പറയാൻ അല്ല അധിക്ഷേപമൊന്നുമല്ല, ഇനിയും ചോദ്യങ്ങളുണ്ട്. താങ്കൾ അങ്ങനെ ദേഷ്യപ്പെടുകയൊന്നും വേണ്ട. ഇതൊരു തറ പരിപാടിയായി പോയി. കോടതിയിൽ നിന്ന് ചോദ്യത്തിനുള്ള ഉത്തരമില്ലാതെ മുന്നിൽ വന്ന് അത് ആവർത്തിച്ച് ചോദിക്കുമ്പോൾ താങ്കൾ ദേഷ്യപ്പെടേണ്ട കാര്യമൊന്നുമില്ല. താങ്കളോട് ചോദിക്കുന്നത് ഇതാണ്, താങ്കളുടെ ഉപദേശപ്രകാരമാണോ കുടുംബം ഇന്ന് മാധ്യമങ്ങളോടും പൊതുസമൂഹത്തോടും പറഞ്ഞ വാദങ്ങൾ ആവർത്തിക്കുന്നത്?
അവരുടെ വാദങ്ങളും താങ്കളുടെ ഉപദേശപ്രകാരമാണോ? കൂടുതൽ എന്നെ നാറ്റിക്കരുത്. പിന്നെ കാണാം. എനിക്ക് എല്ലാ മാധ്യമങ്ങളിലും ഒന്നും എനിക്ക് എന്താണ് പാവപ്പെട്ട 2 മക്കളും ആ അമ്മയും ഒക്കെ കൊടുത്ത ബൈറ്റ് എന്ന് എനിക്ക് കാണാൻ വേണ്ടിയൊന്നും കഴിഞ്ഞിട്ടില്ല. മതവികാരം വ്രണപ്പെടുത്തുകയാണ് ഈ ചെയ്യുന്നത്. ഞാൻ ഈ കേസുമായി അവിടെ വർഗീയതയാണ് ഇതിന് പിന്നിൽ, മറ്റൊരു സമുദായമാണ് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് എന്ന കുടുംബത്തിന്റെ ഇപ്പോഴത്തെ വാദം താങ്കളുടെ ഉപദേശപ്രകാരമാണോ? വെറുതെ അനാവശ്യം പറയരുത്. ഞാൻ അങ്ങനെ ഒരു ബൈറ്റ് കണ്ടിട്ടില്ല. ഇതിന്റെ ആ കുടുംബത്തിനോട് കാണിച്ച നീതി നിഷേധത്തിന്റെ ഭാഗം മാത്രമാണ് നമ്മൾ അഡ്രസ് മതവികാരം വ്രണപ്പെടുത്തുകയും അവിടെ വർഗീയതയുടെ പിൻബലത്തോടു കൂടിയുള്ള പ്രവർത്തനമാണ് എന്നും കുടുംബം ഇന്ന് ആരോപിച്ചിരിക്കുന്നത് താങ്കളുടെ അറിവോടെയോ സമ്മതത്തോടെയാണോ? താങ്കൾ ആ വാദത്തോട് യോജിക്കുന്നുണ്ടോ? ഈശ്വര, ഇതൊക്കെ എന്റെ തലയിലാവൂലോ. ഷാനി, ഞാനത് കണ്ടിട്ടില്ല ഷാനി. ഇന്ന് മാത്രമല്ലല്ലോ, 3 ദിവസമായി കുടുംബം താങ്കളുടെ സാമീപ്യത്തിൽ പോലും അത് ആവർത്തിച്ചിട്ടുണ്ട്. മുഴുവൻ തന്നെ ഇന്നലെയും മെനിഞ്ഞാന്നൊക്കെ താങ്കൾ അവിടെ തന്നെ ഉണ്ടല്ലോ. അവരുന്നയിക്കുന്ന മതവർഗീയത, ഈ പ്രശ്നത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് മതവർഗീയതയാണ് എന്ന് അവരാവർത്തിക്കുന്നതും താങ്കളുടെ ഉപദേശപ്രകാരമാണോ? ഈ ഗോപൻ സ്വാമികളുടെ സമാധിയുമായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ കാസ് ഓഫ് ഡെത്തിനെയൊക്കെ സംബന്ധിച്ചുള്ള കാര്യത്തിൽ അവർക്ക് ഒരു നാച്ചുറൽ ജസ്റ്റിസ് ഡിനൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കാര്യം മാത്രമാണ് ഞാൻ അഡ്രസ് ചെയ്യുന്നത്. അവരുടെ വാദങ്ങൾ ലോകത്തിന് മുന്നിൽ ആവർത്തിക്കുന്നത് എക്സിബിറ്റ് P5 താങ്കളാണല്ലോ അഡ്വക്കേറ്റ് രഞ്ജിത്ത്. അവരിപ്പോൾ പറയുന്നത് ഈ ചോദ്യം ഉയരുന്നതിന് പിന്നിൽ പോലും, അതായത് ഈ ഗോപൻ സ്വാമിക്ക് എന്താണ് സംഭവിച്ചതെന്ന് ചോദ്യം ഉയരുന്നതിന് പിന്നിൽ പോലും മതവർഗീയതയാണ് എന്നാണ്. ആണോ? ഞാൻ അങ്ങനെ ഒരു ബൈറ്റ് കണ്ടിട്ടില്ല. ഞാൻ അങ്ങനെ ഒരു അവരാരോപിക്കുന്ന അതാണ്. ഞാൻ പറഞ്ഞല്ലോ, വേണമെങ്കിൽ ഇപ്പോൾ ഒന്നുകൂടി അത് കാണിക്കാനും പറ്റും. അവരിന്നും ആവർത്തിക്കുന്ന അതാണ്. മറ്റൊരു മതവിഭാഗത്തെ വളരെ അസ്വാഭാവികമായി അനാവശ്യമായി ഈ ഇഷ്യൂവിലേക്ക് വലിച്ചിടുകയും അവരാണ് ഇതിന് പിന്നിൽ, മതവികാരമാണ് പ്രശ്നം, മതവികാരം വ്രണപ്പെടുത്തുകയാണ്, മതവികാരത്തെ അവഹേളിക്കുകയാണ് എന്ന് കുടുംബം ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. അത് അഡ്വക്കേറ്റ് രഞ്ജിത്ത് ചന്ദ്രന്റെ നിയമോപദേശ പ്രകാരമാണോ? സത്യം ഞാൻ തുറന്നു പറയട്ടെ, എനിക്കൊന്നും അറിയില്ല. അവിടുത്തെ വഴിത്തർക്കവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ അവർക്കുണ്ടായ എന്തെങ്കിലും കൺസേൺ ആയിരിക്കും. വഴിത്തർക്കത്തിന്റെ പേരിൽ അപ്പുറത്തുള്ള എതിർപക്ഷത്തുള്ള മനുഷ്യരുടെ മതം വെച്ച് ഇതുപോലെ വളരെ പ്രധാനപ്പെട്ട ഒരു നിയമ പ്രശ്നത്തിൽ പ്രതിരോധിക്കാൻ കഴിയുമെന്ന് താങ്കൾ അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ അഡ്വക്കേറ്റ് രഞ്ജിത്ത്? പറഞ്ഞിട്ടില്ല. വഴിത്തർക്കത്തിന്റെ പേരിൽ വ്യക്തികൾ തമ്മിലുള്ള പ്രശ്നത്തിൽ അപ്പുറത്തെ എതിർകക്ഷികളുടെ മതം വെച്ച് മതവർഗീയതയാണ് എന്ന് പറയാം, അത് സമൂഹത്തിൽ ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കാമെന്ന് താങ്കൾ അവരോട് പറഞ്ഞിട്ടുണ്ടോ? കാര്യങ്ങളൊക്കെ കൈവിട്ടു പോയല്ലോ. അവിടെ എന്തിനാണ് ഇപ്പൊ തന്നെ പൊടിക്കണം, 1 നിമിഷം പോലും വൈകരുത്, 1 മിനിറ്റ് പോലും വൈകരുത് എന്ന് ഏതെങ്കിലും ഒരു സംഘടിത മതവിഭാഗം വന്ന് ആവശ്യപ്പെടുന്നത് എന്തിനാ? അത് അത് RDOയുടെ ജോലിയല്ലേ? അങ്ങനെ സംഘടിത മതവിഭാഗത്തിന്റെ ഇടപെടൽ ഇതിലുണ്ടെന്നും ഇതിനു പിന്നിൽ മത താല്പര്യങ്ങളുണ്ടെന്നും നിങ്ങൾ പോലീസിന് പരാതി കൊടുത്തോ? RDOയുടെ മുന്നിലും പോലീസിന് മുന്നിലും DYSPക്ക് മുന്നിലും എല്ലാം പറഞ്ഞിട്ടുണ്ട്. പരാതി കൊടുത്തോ അഡ്വക്കേറ്റ് രഞ്ജിത്ത്? പരാതിയുടെ പ്രാധാന്യം താങ്കൾക്ക് വ്യക്തമായി അറിയാമല്ലോ. എല്ലാവരുടെ മുന്നിലും പറഞ്ഞത് കൊണ്ടായില്ല, ഇന്നും ആവർത്തിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ പരാതിക്കാരൻ ആരാണ്, പരാതിക്കാരൻ ഏത് മതസ്ഥനാണ് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഉത്തരമില്ല. കുടുംബത്തിൽ തന്നെയുള്ള അകന്ന ബന്ധുവാണ് ഈ കാര്യം ആദ്യം പബ്ലിക് ഡൊമൈനിൽ വന്ന് പറഞ്ഞത് എന്നതിലും താങ്കൾക്ക് ഉത്തരമില്ല. എന്നിട്ട് ഇതിനെ ഒരു മതവർഗീയതയുടെ കാര്യം പറഞ്ഞുകൊണ്ട് പ്രതിരോധിക്കാനാണ് താങ്കളുടെ ശ്രമം. കണ്ടില്ലേ, ഒരു സംഘടിത ഞങ്ങളാരും കണ്ടിട്ടില്ല. ആളുകൾ വന്ന് നാട്ടുകാർ മുഴുവൻ സംസാരിക്കുന്നത് അങ്ങനെ മറ്റാരെയും താങ്കൾ കൂട്ടുപിടിക്കണ്ട. മേലെ ഇമാതിരി കോളോട്ട് എന്നെ ആ മണ്ടലോട്ട് പറഞ്ഞു വിട്ടേക്കല് പറഞ്ഞേക്കാം. എന്തിനാണ് നാട്ടുകാർ വന്ന് ഇപ്പൊ പൊളിക്കണമെന്ന് ആവശ്യപ്പെടുന്നത്? ഇപ്പോൾ നാട്ടുകാരായി. എന്തിനാണ് ഷാനി നാട്ടുകാർ വന്ന് ഇപ്പൊ പൊളിക്കണമെന്ന് ആവശ്യപ്പെടുന്നത്? അതിന്റെ ആവശ്യം എന്താ? അതിന്റെ തീരുമാനമെടുക്കേണ്ട നാട്ടുകാരായി. നീ എവിടെയെങ്കിലും ഉറച്ചു നിൽക്കടാ നായിന്റെ മോനെ. ഇത് വ്യക്തിപരമായ പ്രശ്നമായി കാണരുത്. ഞാൻ മനസ്സിലാക്കുന്നത് താങ്കൾ കേരളത്തിലെ ഔദ്യോഗികമായി വളരെ ആക്റ്റീവായ വളരെ സജീവമായ ഒരു രാഷ്ട്രീയ സംഘടനയുടെ പ്രവർത്തകനും ഭാരവാഹിയുമായിരുന്നു എന്നാണ്. ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ടോ എന്നറിയില്ല. ആണോ? ശരിയാണോ? അല്ല, അത് ഞാൻ കുടുംബത്തിന്റെ അഭിഭാഷകനാണ്. കുടുംബത്തിന്റെ അഭിഭാഷകൻ എന്നുള്ള രീതിയിലാണ് ഷാനി എന്നെ ചർച്ചയ്ക്ക് വിളിച്ചത്. അതിൽ കൂടുതൽ കാര്യങ്ങളൊന്നും ഷാനി എന്നിൽ നിന്നും പ്രതീക്ഷിക്കേണ്ട. അല്ല, താങ്കൾ യുവമോർച്ചയുടെ പ്രാദേശിക നേതാവാണെന്നാണ് നമുക്ക് അവിടെ നിന്ന് മനസ്സിലായത്. അത് ശരിയാണോ? തീരുമ്പ പണി തരാൻ ഞാൻ എന്താ കുപ്പിന്ന് വന്ന ഭൂത ഷാനി, ഞാൻ ഈ ചർച്ചയിൽ വന്നത് കുടുംബത്തിന്റെ അഭിഭാഷകനായിട്ടാണ്. ആ കുടുംബം എനിക്ക് വക്കാലത്ത് തന്നിട്ടുണ്ട്. ആ കുടുംബത്തിന്റെ അഭിഭാഷകനായിട്ടാണ് ഞാൻ ഈ ചർച്ചയിൽ വന്നത്. നീ കിടന്നങ്ങനെ ഉരുളൊന്നും വേണ്ട.
അവർക്ക് ഇഷ്യൂ ചെയ്ത നോട്ടീസിന്മേൽ അവരുടെ ഭാഗം കേട്ടില്ല. ഈ കാര്യങ്ങൾ ബഹുമാനപ്പെട്ട ഏത് കോടതിയിലാണോ ബോധിപ്പിക്കേണ്ടത് ആ കോടതിയിൽ ബോധിപ്പിച്ചുകൊണ്ട് അവർക്ക് പരമാവധി നീതി ലഭ്യമാക്കുക എന്നുള്ള ദൗത്യം മാത്രമേ ഉള്ളൂ. ഇതെന്ത് ന്യായം, ഇതെന്ത് നീതി, ഇതെന്ത് ഇവൻ നമ്മളെ കുഴപ്പിക്കാനുള്ള പരിപാടി, ഇവനിതിൽ എന്തോ കൈയുണ്ട്. ഒരു പാസ്റ്റും പ്രസന്റും നിലവാരമില്ല എന്ന് താങ്കൾ പറയുന്നു. എന്നിട്ട് വഴിത്തർക്കത്തിന്റെ പേരിൽ അപ്പുറത്തുള്ള എതിർകക്ഷികളുടെ മതമാണ് പ്രശ്നം, മതന്യൂനപക്ഷ വർഗീയതയാണ് എന്ന് പറയുന്നതിന് താങ്കൾക്ക് കുഴപ്പമൊന്നുമില്ല. താങ്കളുടെ പാസ്റ്റ് താങ്കൾക്ക് പ്രശ്നമാണ്. എന്നെ പരീക്ഷിക്കാനായിട്ട് എന്റെ പാസ്റ്റിനെ കുറിച്ച് ഷാനി കമന്റ് ചെയ്തോളൂ, അതിനൊന്നും എനിക്കൊരു വിഷയമില്ല. പക്ഷേ അത് എന്റെ കയ്യിൽ നിന്നും താങ്കൾക്ക് കിട്ടണമെന്ന് പറഞ്ഞാൽ അല്ല, താങ്കൾക്ക് അത് പറയാൻ വിഷമമുണ്ടെങ്കിൽ താങ്കൾ പറയണ്ട അഡ്വക്കേറ്റ് രഞ്ജിത്ത്. പക്ഷേ ചോദ്യം, താങ്കൾ യുവമോർച്ചയുടെ നേതാവാണെങ്കിൽ ഈ വിഷയത്തിൽ ഞങ്ങൾ BJP-യെയും എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും ഈ വിഷയത്തിൽ സംസാരിക്കാൻ ക്ഷണിച്ചതുപോലെ BJP-യും വിളിച്ചു. ആ പ്രശ്നത്തിൽ വ്യക്തതയില്ല, ഞങ്ങൾ ഇടപെടുന്നില്ല, ഞങ്ങൾ ഇപ്പോൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ് BJP നേതാക്കൾ ഞങ്ങളോട് പറഞ്ഞത്. യുവമോർച്ച നേതാക്കളും അങ്ങനെ പറഞ്ഞു. അതുകൊണ്ടാണ് ചോദിച്ചത്, യുവമോർച്ച പോലും ഇതിൽ കാണാത്ത പ്രശ്നങ്ങൾ താങ്കൾ ഉന്നയിക്കുകയും താങ്കൾ ആ സംഘടനയുടെ പ്രവർത്തകനായിരിക്കുകയും ചെയ്യുന്നുണ്ടോ? ഞാൻ ആ കുടുംബത്തിന്റെ അഭിഭാഷകനാണ്. ആ കുടുംബം എനിക്ക് വക്കാലത്ത് നൽകിയിട്ടുണ്ട്. ആ കുടുംബത്തിന്റെ നിയമപരമായിട്ട് ആ കുടുംബം നേരിട്ട ഇൻജസ്റ്റിസ് അധികാര വൃന്ദങ്ങൾക്ക് മുന്നിൽ എത്തിച്ചുകൊണ്ട് അവർക്ക് നീതി ലഭ്യമാക്കുക എന്നുള്ളതാണ് എന്റെ പരമപ്രധാനമായിട്ടുള്ള ദൗത്യം. പക്ഷേ കുടുംബം ഇപ്പോൾ പറയുന്നത്, കോടതി പറയുന്നത് പൂർണ്ണമായി അംഗീകരിക്കാൻ കഴിയില്ല, പക്ഷേ ഹിന്ദു സംഘടനകളോട് ആലോചിച്ചിട്ട് പറയാം എന്നാണ്. അത് താങ്കൾ അംഗീകരിക്കുന്നുണ്ടോ? അതും താങ്കളുടെ നിയമോപദേശ പ്രകാരമാണോ? ഇനി ഹിന്ദു സംഘടനകൾ പറയുന്നത് പ്രകാരം ചെയ്യാം എന്ന് കുടുംബം പറഞ്ഞത്? ഇങ്ങനെ ഒരു സമാധിയുമായിട്ടുള്ളൊരു വിഷയത്തെ സംബന്ധിച്ച് ആത്മീയ ആചാര്യന്മാർ അവരുടെയൊക്കെ തന്നെ ഒരു അഭിപ്രായം എന്തുകൊണ്ട് ജില്ലാ ഭരണകൂടം തേടുന്നില്ല? എങ്ങനെയുണ്ട് എന്റെ പെർഫോമൻസ്? കണ്ണീര് തുടച്ചിട്ട്